നമസ്കാരം. ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ ഭയന്ന് ഒടുവിൽ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒന്നിച്ചിറങ്ങുന്ന സാഹചര്യം വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയുടെ തന്ത്രങ്ങളും അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇറാനും പശ്ചിമേഷ്യയും സമാധാനത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്ന സൂചനകളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ എങ്ങനെയാണത് സാധ്യമാകുന്നത്? ഗൾഫ് രാജ്യങ്ങളുടെ നിർണായകമായ ഒരു ഇടപെടൽ വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയുടെ തന്ത്രങ്ങളും അടപടലം പൊളിയുകയാണ്. ഇറാനെ ഭയന്ന് ഇറാനുമായി ഏറ്റുമുട്ടിയാൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുണ്ടല്ലോ, എല്ലാവരും ചേർന്ന് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ അവരായിട്ട് തന്നെ തീർക്കാമെന്ന നിലപാടിലേക്ക് പോകുന്നു. ഇതോടെ അടപടലം കുടുങ്ങുന്നത് ട്രംപാണ്. കാരണം പശ്ചിമേഷ്യയിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തി വലിയ നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിച്ച ട്രംപിനെയും അമേരിക്കയെയും പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന നിർണായകമായ നിലപാടുമായി ഇറാനുമായി ചർച്ചയിലേക്ക് പോകുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് പറയുന്നു, ഞങ്ങൾ ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ് ഇറാനുമായി, ഇപ്പോൾ തന്നെ ഇറാൻ വെടിനിർത്തൽ കരാറിലേക്ക് വരും, ഞങ്ങൾ എല്ലാം നിയന്ത്രിക്കുകയാണ്, പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ, ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ, ലോകത്തിന് സമാധാനം നൽകാനൊക്കെ ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംവിധാനം നിരന്തരമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ വരുതിയിലേക്ക് വരുന്നു, അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഉടൻ തന്നെ സമാധാനം ഉണ്ടാകുമെന്നൊക്കെയാണ് ട്രംപ് വലിയ വായിൽ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് ഗീർവാണങ്ങൾ പുറത്തുവിട്ടത് കേട്ടോ. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. ഇറാനും പശ്ചിമേഷ്യയും സമാധാനത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിൽ ചില പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ എത്ര ദിവസത്തേക്ക് എന്നൊന്നും ഒരു വ്യക്തതയുമില്ല. അറബ് രാജ്യങ്ങളുടെയും സൗദി അറേബ്യയുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് അമേരിക്ക അവസാന നിമിഷം ഇറാനെ ആക്രമിക്കുന്നത് ഒഴിവാക്കിയത് എന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ അതിനപ്പുറം ഈ യുദ്ധത്തിൽ ഒരു മേൽക്കൈ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇപ്പോൾ ഇറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇറാന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാം പരിഹരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ട്രംപിന്റെ കരണത്ത് കിട്ടിയ പ്രഹരം എന്ന നിലയിൽ ഇറാൻ ഇപ്പോൾ നിർണായകമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അമേരിക്ക പറയുന്നത് മുഴുവൻ നുണയാണ്. ട്രംപുമായി അങ്ങനെ ഒരു ധാരണയുമില്ല, അമേരിക്കയുമായി ഞങ്ങൾ ഒരു ചർച്ചയും നടത്തുന്നില്ല, പ്രതികാരത്തിലൂന്നി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും, പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ പശ്ചിമേഷ്യയിലുള്ള രാജ്യങ്ങൾ പരിഹരിക്കും, അല്ലാതെ അമേരിക്കയുടെ ഒരു സഹായമോ അമേരിക്കയുടെ ഒരു ഇടപെടലോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങളോ ഇവിടെ ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രതികാരത്തിലൂന്നിയുള്ള നടപടികൾ ഒരു വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകളിലും ഞങ്ങൾ ഉൾപ്പെടും എന്നാണ് ഇറാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം ട്രംപുമായി ഒരു ചർച്ചയ്ക്കില്ല, അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കില്ല, എന്നാൽ ഗൾഫ് രാജ്യങ്ങളുമായി ഒരു ചർച്ചയ്ക്കുള്ള വഴി ഇറാൻ തുറന്നിരിക്കുകയാണ്. ഇതാണ് ഇറാന്റെ ഏറ്റവും നിർണായകമായ യുദ്ധതന്ത്രം, ഏറ്റവും നിർണായകമായ നയതന്ത്രപരമായ തന്ത്രം. അതായത് അമേരിക്കയെ പശ്ചിമേഷ്യയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുക, ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇനി ഒരിക്കലും അമേരിക്കയ്ക്ക് ഇവിടെ ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്ത വിധത്തിൽ അമേരിക്കയെ തുരത്തുക, ട്രംപിന്റെ തന്ത്രങ്ങൾ പൊളിക്കുക. ആ നിലയ്ക്കൊരു വിപുലമായ നീക്കം തന്നെയാണ് ഇറാൻ നടപ്പാക്കിയത്. ആ തന്ത്രപരമായ നീക്കം നടപ്പാക്കി വിജയിച്ചു എന്നതിന് തെളിവാണ് ട്രംപ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുദ്ധം പൂർണ്ണമായി തീരും എന്ന പ്രതീക്ഷകളൊക്കെ ട്രംപ് മുന്നോട്ട് വയ്ക്കുമ്പോൾ മറ്റൊരു റിപ്പോർട്ട് ഇതിനിടയിൽ നിർണായകമായി പുറത്തു വരുന്നുണ്ട്. അതായത് 3 വർഷത്തെ രൂക്ഷമായ പോരാട്ടങ്ങൾക്കും തകർച്ചകൾക്കും ശേഷം ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ ഈ മേഖലയിൽ അതിശക്തമായി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടുകൾ. അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്ന വിധത്തിൽ, വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കുന്ന വിധത്തിൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ഇറാൻ വിളിക്കുന്ന പ്രതിരോധ സഖ്യം കൂടുതൽ ശക്തമായ പോർമുഖങ്ങൾ തുറന്നിരിക്കുന്നു എന്നാണ് CNN ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറാൻ അതിനിട്ടിരിക്കുന്ന, ആ മുന്നണിക്കിട്ടിരിക്കുന്ന പേരാണ്. ഹൂത്തികൾ, ഹിസ്ബുള്ള, ഇറാഖിലെ മിലീഷ്യകൾ, അതുപോലെ മറ്റ് ഇറാൻ അനുകൂല ഗ്രൂപ്പുകളൊക്കെയാണ് അതിൽ നിൽക്കുന്നത്. അതായത് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നാണ് അതിന്റെ മലയാളം. പക്ഷെ അമേരിക്ക പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നത്, ഇത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അല്ല, ആക്സിസ് ഓഫ് ഈവിൾ എന്നാണ്. അതായത് തിന്മയുടെ അച്ചുതണ്ട് എന്നാണ് അമേരിക്കയും ഇസ്രായേലും ഈ ഗ്രൂപ്പിനെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഏറ്റവും നിർണായകമായ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇറാൻ
പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ, ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ കരുത്താർജിക്കുന്നു, പിടിമുറുക്കുന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്ക് കേട്ട് അല്ലെങ്കിൽ അമേരിക്കയെ വിശ്വസിച്ച് പശ്ചിമേഷ്യയിൽ എന്ത് നെറുകേടും അമേരിക്കയ്ക്ക് ചെയ്യാനുള്ള വാതായനങ്ങൾ തുറന്നിട്ടത് തെറ്റായി പോയി എന്ന പശ്ചാത്താപം, അല്ലെങ്കിൽ ഇനിയും അങ്ങനെ അമേരിക്കയ്ക്ക് എന്തും ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിലെ അപകടം ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കൻ മേധാവിത്വത്തിനെതിരെ, പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ഡോമിനൻസിനെതിരെ, ഇസ്രായേലി കടന്നുകയറ്റത്തിനെതിരെ അതാത് മേഖലകളിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള ഇറാന്റെ പദ്ധതിയുടെ ഭാഗമാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. അതാണ് ഇറാൻ നൽകുന്ന നിർവചനം. ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഗ്രൂപ്പുകൾ, അമേരിക്കയ്ക്ക് യാതൊരു രീതിയിലും അവിടെ സാന്നിധ്യം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടത് എന്നാണ് പൊതുവിൽ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഇറാൻ പറയുന്നത് ആവശ്യമില്ലാത്തടത്ത് കയറി ചൊറിയുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സ്ഥിരം ശൈലിയാണ്. എന്തിനു വേണ്ടിയാണ് ഈ നീക്കങ്ങൾ നടത്തുന്നത്? ഓരോ രാജ്യങ്ങളുടെയും പരമാധികാരത്തിലേക്ക് കടന്നു കയറി ഓരോ രാജ്യങ്ങളെയും തമ്മിലടിപ്പിച്ച് അതിനിടയിൽ നിന്ന് നേട്ടമുണ്ടാക്കി തങ്ങളുടെ അജണ്ടകൾ പശ്ചിമേഷ്യയിലും ഗൾഫ് രാജ്യങ്ങളിലും വ്യാപിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇസ്രായേൽ എന്തിനാണ് പലസ്തീന് നേരെ ആക്രമണം നടത്തുന്നത്? പലസ്തീനെ ഒരു രാജ്യമായി ഇസ്രായേൽ അംഗീകരിക്കാത്തത് എന്താണ്? ലോക രാജ്യങ്ങൾ, ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലും പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാമെന്ന് പറയുമ്പോഴും, ഇന്ത്യ അടക്കം 2 സ്റ്റേറ്റ് തിയറി എന്ന നയം മുന്നോട്ട് വെക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇസ്രായേൽ പലസ്തീനെ ആക്രമിച്ച് ആ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അത് മുഴുവൻ തങ്ങളുടേതാണ് എന്ന നിലയിൽ ഇടപെടുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഇത്തരം നിരവധി ചോദ്യങ്ങൾ കാലാകാലങ്ങളായി നിലപാടിൽ ഉയർന്നു നിന്ന് ചോദിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ അന്ത്യം എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ പ്രസ്റ്റീജിന്റെ ഒരു പ്രശ്നമായി മാറുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഈ ഗ്രൂപ്പിൽ, അതായത് ഇറാന്റെ കീഴിലുള്ള പ്രോക്സി ഗ്രൂപ്പുകളിൽ ഏറ്റവും ശക്തമായി തിരിച്ചു വരുന്നത് ലെബനനിലെ ഹിസ്ബുള്ളയാണ്. ഒരുപക്ഷെ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ലെബനീസ് സൈന്യത്തെക്കാൾ ശക്തമായ ഒരു മിലീഷ്യയാണ് ഈ പറയുന്ന ഹിസ്ബുള്ള എന്നാണ്. 1982 മുതൽ ലെബനനിൽ ഇസ്രായേൽ അറ്റാക്ക് നടന്ന സമയം മുതൽ ലെബനന്റെ ഒരു നല്ല ഭാഗം ഇസ്രായേൽ കീഴ്പ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ലെബനന്റെ തെക്കൻ ഭാഗം പൂർണ്ണമായി കീഴ്പ്പെടുത്തി ലെബനൻ ഏതാണ്ട് പൂർണ്ണമായി ഇസ്രായേലിന്റെ അധീനതയിലായി എന്ന് വേണമെങ്കിൽ പറയാം. ആ കാലഘട്ടത്തിന് ശേഷം ശക്തമായ ഇടപെടലുകളുമായി ഇസ്രായേലിനെ അവിടുന്ന് തുരത്തുന്ന രീതിയിൽ ഷിയ മിലീഷ്യകൾ അടക്കം ചേർന്നുകൊണ്ട് ശക്തമായ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിനെ തുരത്തിയവരാണവർ. ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ അല്ലെങ്കിൽ അതിശക്തമായ ആക്രമണങ്ങൾ നമ്മൾ കാണുന്നതാണ്. എപ്പോഴൊക്കെ പലസ്തീനിൽ ഒരു പ്രശ്നം വരുമോ, എപ്പോഴൊക്കെ ഇറാന് നേരെ പാശ്ചാത്യ ശക്തികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമോ, ആ സമയങ്ങളിലൊക്കെ ഇവർ ശക്തമായി രംഗത്തിറങ്ങും. ഇപ്പോഴും സംഭവിക്കുന്നതാണ്. ഒരുപക്ഷെ സൗദി അറേബ്യയാണ് അമേരിക്കയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യാനായി ഇറങ്ങിത്തിരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം, അല്ലെങ്കിൽ ഇറാന്റെ ഇറാഖിലെ മിലീഷ്യകളെ ആക്രമിച്ചത് സൗദി ആയിരുന്നു. സൗദിയെ തകർക്കാൻ അല്ലെങ്കിൽ സൗദിയെ പിടിച്ചുകെട്ടാൻ, വരിഞ്ഞുകെട്ടാൻ ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി ഇറാൻ ഉപയോഗിച്ചത് ഹൂത്തികളെയാണ്. ഹൂത്തി സംഘം ബാബൽ മന്ദബ് കടലിടുക്കിൽ സൗദിയുടെ കപ്പലുകൾ തടഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരൊറ്റ കപ്പലുകളും കടത്തിവിടാത്ത സാഹചര്യം ഇപ്പോഴും തുടരുന്നു. അപ്പോൾ ഒമാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനുമായി ചർച്ചകൾ നടത്തുകയും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ തീർക്കാം, 8 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട്, അതായത് GCC രാജ്യങ്ങൾ 6ഉം അതുപോലെ തന്നെ ഇറാഖും ഇറാനും ചേർന്നുകൊണ്ട് ഒരു വലിയ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസോർഷ്യം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്തി ഹോർമൂസും തുറക്കുന്നു, ബാബൽ മന്ദബ് കടലിടുക്കും തുറക്കുന്നു. അതിലെ പോകുന്ന കപ്പലുകൾ ഈ കൺസോർഷ്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. അവർ അതിന് ഒരു റേറ്റ് തീരുമാനിക്കുന്നു. അങ്ങനെ വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഒരിക്കലും അമേരിക്ക പറയുന്നത് പോലെ ഇറാനെ ആക്രമിച്ച്, ഇറാനെ തകർത്ത്, ഇറാനെ ഇല്ലാതാക്കിയിട്ട് വേണ്ട ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ, അല്ലെങ്കിൽ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ച് ഇല്ലാതാക്കിയത് കൊണ്ട് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ഇറാനെ ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഗൾഫ് രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇറാൻ ഒരു വലിയ ഭീഷണിയാണ്, അവർ ആണവായുധം കൊണ്ടുവരുന്നു, ആണവായുധം ലോകത്തിന് അപകടമാണ്. ഏത് ആണവായുധം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക തന്നെയാണ് ലോകത്ത് ആണവായുധം ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിനെതിരെ നിലപാടെടുക്കുന്നത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്?
അതിനുശേഷം അമേരിക്ക ശക്തമായി ഇറാനെ ആക്രമിക്കുന്നു. ആ സമയത്തൊക്കെ ഗൾഫ് രാജ്യങ്ങളോട് ട്രംപ് പറഞ്ഞിരുന്നത് ഇതിപ്പോൾ തീരും, ഇറാന്റെ മുഴുവൻ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഞങ്ങൾ തകർക്കും, എല്ലാം ഇല്ലാതാക്കും, ഇറാനിൽ പുതിയ ഭരണം വരും, പിന്നെ നിങ്ങൾ ആരും പേടിക്കണ്ട എന്നാണ് അമേരിക്ക ആദ്യം പറഞ്ഞത് എന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഇറാന്റെ ശക്തിക്ക് മുന്നിൽ, ഇറാന്റെ പ്രതിരോധത്തിന് മുന്നിൽ, ഇറാന്റെ തിരിച്ചടിക്ക് മുന്നിൽ തകർന്നടിയുന്ന ട്രംപിനെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയും ട്രംപിനെ വിശ്വസിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകും. ട്രംപിന് ഇതൊന്നും നടത്താനുള്ള ശേഷിയില്ല, വെറുതെ പറയാനേ കഴിയൂ. എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ ആക്രമണം ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ നടത്തില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് അമേരിക്കയോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ പോയ, അല്ലെങ്കിൽ ഇറാനെ നോവിക്കാൻ പോയ സൗദിക്ക് കണക്കിന് കിട്ടി. അതുകൊണ്ട് തന്നെ ഇനി മറ്റു രാജ്യങ്ങളും ആ വഴിക്ക് പോയാൽ തിരിച്ചടി അച്ചട്ടാണ്. ഇറാന്റെ ശക്തിക്ക് ഒരു കുറവുമില്ല. ചൈനയും റഷ്യയും ഒക്കെ ഇറാനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണങ്ങൾ ഏത് നിമിഷവും അങ്ങോട്ട് കയറി ചൊറിയാൻ പോയാൽ ഉണ്ടാകുമെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച് ഒരു ഫോർമുല ഉണ്ടാക്കി ഇറാനെ ഒപ്പം നിർത്തി, അല്ലെങ്കിൽ ഇറാനും കൂടി ചേർന്ന് ഒരു നീക്കത്തിലൂടെ മേഖലയിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ട്രംപ് പുറത്താകും, അമേരിക്ക പുറത്താകും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ എന്തിനിടപെടുന്നു എന്ന ചോദ്യം വരും. അതിന്റെ തുടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം യുദ്ധം ചെയ്യാനിറങ്ങിയ ട്രംപിനെ ഗൾഫ് രാജ്യങ്ങൾ വിറപ്പിച്ച് പിന്തിരിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ സകല കളികളും തീരുകയാണ്, അടപടലം പൊളിയുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് പോലും അമേരിക്കയുടെ പിന്മാറ്റം ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുന്ന വിധത്തിലേക്ക് പുതിയ ട്രെൻഡുകൾ വരുന്നു. അമേരിക്കക്കെതിരെ ശക്തമായ പടയൊരുക്കം ഉണ്ടാകുന്നു, ഇസ്രായേലിനെതിരെ ശക്തമായ പടയൊരുക്കം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ തോതിൽ അമേരിക്കയെ പറിച്ചെറിയുന്ന വിധത്തിൽ, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഇടപെടൽ സാധ്യത തീർത്തും ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് ഇറാൻ തന്ത്രപരമായി യുദ്ധത്തെ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെ എതിർത്തുകൊണ്ട്, എന്നാൽ ഗൾഫ് രാജ്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇറാൻ ഇപ്പോൾ പുതിയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ട്രംപിന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ ഹോർമൂസ് തുറക്കുകയും മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്താൽ, ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ അത്തരമൊരു കണക്ഷൻ ഉണ്ടായാൽ, അമേരിക്കയായിട്ട് സൃഷ്ടിച്ചെടുത്ത, അതായത് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനുവേണ്ടി അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള വിദ്വേഷം അല്ലെങ്കിൽ വെറുപ്പ്, അമേരിക്ക പകർന്നു കൊടുത്തിട്ടുള്ള ആ ഒരു ഭിന്നത, ഇതൊക്കെ മാറ്റി ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ കരുത്തു കണ്ട് ഭയന്ന്, അല്ലെങ്കിൽ ഇറാനുമായി യുദ്ധം ചെയ്താൽ നടപടിയില്ല, ഇറാനെ കൂടെ നിർത്തുകയേ വഴിയുള്ളൂ എന്ന നിലയിൽ ഒരു നിലപാടിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അത് ശക്തമായ പ്രഹരമാകുന്നത് അമേരിക്കയ്ക്കും ട്രംപിനും തന്നെയാണ്. ആ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ട്രംപിന് കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്.